എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വൈശാഖമാസം കൊട്ടിയൂർ തീർത്ഥാടന കാലം കൂടി ആയതുകൊണ്ട് തന്നെ കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട വളരെ വിശേഷപ്പെട്ട ഒരു കഥ അതാണ് ഇന്നേ ദിവസം നമുക്ക് അനുസ്മരിക്കാനുള്ളത്. കൊട്ടിയൂർ തീർത്ഥാടന കാലം ആരംഭിക്കുന്നത് തന്നെ മുതിരേരിയിൽ നിന്നുള്ള വാളെഴുന്നള്ളത്തിലൂടെയാണ്. മുതിരേരി ശിവക്ഷേത്രത്തിൽ നിന്ന് ഭഗവാന്റെ തിരുവായുധം കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്നത് കാൽനടയായിട്ടാണ്. വളരെയധികം വിശേഷപ്പെട്ട ആ വാളിൻ്റെ കഥയും ആ ക്ഷേത്രത്തിലെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൊട്ടിയൂർ ക്ഷേത്രം നമുക്കറിയാവുന്നത് പോലെ തന്നെ ദക്ഷയാഗ ഭൂമിയാണ്. മഹാദേവന്റെ സാന്നിധ്യവും ശ്രീപാർവതീ ദേവിയുടെ സാന്നിധ്യവും നിരന്തരം നിലനിൽക്കുന്ന, പ്രകൃതിയോട് ഏറ്റവും കൂടുതൽ ചേർന്ന് കിടക്കുന്ന ഒരു ആരാധനാ ഭൂമിയാണ്. അവിടെ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവക്കാലമാണ് ഈ വൈശാഖകാലം. ആ സമയത്ത് ഭഗവാൻ നടക്കുന്ന നെയ്യാട്ടം, അതുപോലെ തന്നെ ഇളനീരാട്ടം, ആലിംഗന പുഷ്പാഞ്ജലി, ചതുശതം നേദ്യം, ഇതിനൊക്കെ തന്നെ തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്തുള്ള മുതിരേരി ശിവക്ഷേത്രത്തിലെ വാളറയിൽ സൂക്ഷിച്ചിട്ടുള്ള മുതിരേരി വാൾ എന്ന് വിളിക്കപ്പെടുന്ന തിരുവായുധം കൊട്ടിയൂർക്ക് എഴുന്നള്ളിക്കുന്ന രീതി. അതിന്നും ഒരു തരത്തിലുള്ള ചടങ്ങുകളും തെറ്റിക്കാതെ കൃത്യമായി ആ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ഇന്നും കാൽനടയായിട്ട് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചുകൊണ്ടാണ് ഭഗവാന്റെ വാൾ എഴുന്നള്ളിക്കുന്നത്. ആ വാളിന് പുറകിലുള്ള കഥ കൊട്ടിയൂർ ക്ഷേത്രവുമായിട്ട് അല്ലെങ്കിൽ അക്കരെ കൊട്ടിയൂരുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. മഹാദേവന്റെ കോപാഗ്നിയിൽ നിന്ന് ജനിച്ച വീരഭദ്രസ്വാമിയും ഒപ്പം ശ്രീഭദ്രകാളിയും ഭൂതഗണങ്ങളുമായി ചേർന്നുകൊണ്ട് ദക്ഷന്റെ യാഗശാല ആക്രമിക്കാനായി പുറപ്പെടുന്നു. അതിഘോരമായിട്ടുള്ള യുദ്ധം ഭഗവാന്റെ ഭൂതഗണങ്ങളും ഒപ്പം ദക്ഷന്റെ സൈന്യവും തമ്മിൽ വെച്ച് നടക്കുന്നു. ആ യുദ്ധത്തിൻ്റെ അവസാനം വീരഭദ്രസ്വാമി തൻ്റെ കയ്യിലുള്ള ആ തിരുവായുധം കൊണ്ട് ദക്ഷന്റെ തലയറുക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ തിരുവായുധമാണ് ഈ പറഞ്ഞ മുതിരേരി വാൾ എന്നാണ് സങ്കല്പം. അത് സൂക്ഷിച്ചിട്ടുള്ളത് അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂരല്ല, മുതിരേരി ശിവക്ഷേത്രത്തിലാണ്. അന്നേ ദിവസം അവിടുത്തെ മേൽശാന്തിയാണ് കാൽനടയായിട്ട് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് മുതിരേരിയിൽ നിന്ന് വാള് കൊട്ടിയൂർ എത്തിക്കുന്നത്. രാവിലത്തെ ഭഗവാന്റെ പൂജകൾക്കൊക്കെ ശേഷം ഭഗവാന്റെ ശിവലിംഗം തുളസിയില കൊണ്ട് മൂടി ഈ വാളറയിൽ നിന്ന് വാള് പുറത്തെടുത്ത് ശിവലിംഗത്തിനോട് ചേർത്ത് വെച്ച് പ്രത്യേകമായിട്ടുള്ള പൂജകളൊക്കെ ശേഷം മേൽശാന്തി ക്ഷേത്രത്തിൽ കുളിച്ച് ധ്യാനത്തിലിരിക്കുന്നു. അദ്ദേഹത്തിന് ആ വെളിപാടുണ്ടാവുന്ന സമയത്ത് ഭഗവാന്റെ ശിവലിംഗത്തിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ വാൾ എടുത്തുകൊണ്ട് അദ്ദേഹം പുറപ്പെടുകയാണ്. കിലോമീറ്ററുകളോളം കാടും മലയും താണ്ടി ഏകനായിട്ട് സഞ്ചരിക്കുന്ന അദ്ദേഹത്തെ കൊട്ടിയൂർ നമുക്ക് കാണാൻ സാധിക്കും. ആ വീരഭദ്രസ്വാമിയുടെ തിരുവായുധം അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വെളിപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യം ഒരു തവണയെങ്കിലും കൊട്ടിയൂരെത്തുന്ന ഓരോരുത്തരും കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വാളെഴുന്നള്ളിപ്പ് കാണാനായിട്ട് കാത്തു നിൽക്കുന്ന എത്രയോ ഭക്തരെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വാൾ മുതിരേരിയിൽ നിന്ന് കൊട്ടിയൂർ എത്തുമ്പോൾ തൊട്ടാണ് യഥാർത്ഥത്തിൽ ഈ കൊട്ടിയൂരിലെ വൈശാഖക്കാലത്തിന് ആരംഭം കുറിക്കുന്നത്. ഇപ്പോൾ ഒരു തിരുവായുധം എഴുന്നള്ളിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ ഒരു മുതിരേരി വാൾ വരുന്നതിൻ്റെ സങ്കല്പം. നോക്കൂ, എപ്പോഴും ഭഗവാന്റെ ഭൂതഗണങ്ങൾ വീരഭദ്രസ്വാമി ആയിക്കോട്ടെ ഭദ്രകാളി ആയിക്കോട്ടെ ശിവനിന്ദ ചെയ്തതിൻ്റെ പേരിലല്ല ആത്യന്തികമായിട്ട് ദക്ഷനെ വധിക്കുന്നത്. അധർമ്മമാണ്. ഒരു യാഗത്തിൽ രുദ്രന് സമർപ്പിക്കേണ്ട ഭാഗമുണ്ട്. ആ രുദ്രന് സമർപ്പിക്കേണ്ട ഭാഗം കൊടുക്കാതെ യാഗം നടത്തുക എന്ന് പറയുന്നത് യാഗത്തിന് തന്നെ അപമാനമാണ്. മഹാദേവനോടുള്ള വൈരാഗ്യം മൂത്ത് ദക്ഷൻ ചെയ്തത് ആത്യന്തികമായിട്ട് അധർമ്മമാണ്. ആ അധർമ്മത്തിനെതിരെയാണ് വീരഭദ്രസ്വാമിയും ഭദ്രകാളിയും സാക്ഷാൽ മഹാദേവനും പ്രതികരിച്ചത് ദക്ഷന്റെ തല അറുത്തുകൊണ്ടായിരുന്നു. അപ്പൊ ധർമ്മത്തെ പുനഃസ്ഥാപിച്ച വാളാണ് മുതിരേരിയിരിക്കുന്നത്, ഭഗവാന്റെ തിരുവായുധം. അത് കയ്യിൽ ധരിക്കുന്ന സമയത്ത് മേൽശാന്തി യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആ ധർമ്മ സംസ്ഥാപനത്തിന്റെ നാളുകളെ വീണ്ടും ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. ആ തിരുവായുധം കൊണ്ട് ആത്യന്തികമായിട്ട് ഉണ്ടാവേണ്ടത് ഒരു കായികമായിട്ടുള്ള ഒരു യുദ്ധസന്നദ്ധത ആയിട്ടുള്ള ഒരാളുടെ ഒരു മനോവികാരമല്ല ആ സമയത്ത് അത് കയ്യിൽ ധരിക്കുന്ന ആചാരനുണ്ടാവുന്നത്.
ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആയുധത്തെ ഉപയോഗിക്കുക. ഏത് ആയുധവും ആത്യന്തികമായിട്ട് അറിവിൻ്റെ പ്രതീകമാണ്. എങ്ങനെയാണ് ഇത്രയും ദുഷ്കരമായിട്ടുള്ള വഴികളിലൂടെ കാൽനടയായിട്ട് സഞ്ചരിച്ച് ഒരു തരത്തിലുള്ള ജീവസംബന്ധോപാധികളും വെള്ളമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഒറ്റ നടത്തത്തിൽ അത്രയും കിലോമീറ്ററുകൾ താണ്ടി അദ്ദേഹത്തിന് ആ തിരുവായുധം കൊട്ടിയൂരെത്താൻ സാധിക്കുന്നത് എന്നുള്ളത് ഇന്നും അത്ഭുതമാണ്. ആത്യന്തികമായിട്ട് ഭഗവാന്റെ ആ ധർമ്മ സംസ്ഥാപന ഭാവമാണ് മുതിരേരി വാള് എഴുന്നള്ളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആത്യന്തികമായിട്ട് തോന്നേണ്ടത്. ഒരായുധം ഭഗവാന്റെ കയ്യിൽ വെച്ച് കൊടുക്കുക എന്നുള്ളതല്ല, എല്ലാ ആയുധങ്ങളും ആത്യന്തികമായിട്ട് ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അധർമ്മിയായിട്ടുള്ള ദക്ഷനെയാണ് വധിക്കുന്നത്, അല്ലാതെ ശിവനെ ദ്വേഷിച്ച ഒരാളെ മാത്രമല്ല. അദ്ദേഹത്തിൻ്റെ ശിവനിന്ദ എന്നുള്ള പാപം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അധർമ്മം അദ്ദേഹം ചെയ്തിരുന്നു. ആ അധർമ്മത്തെ ഇല്ലാണ്ടാക്കിയ തിരുവായുധം വന്നതിന് ശേഷമാണ് കൊട്ടിയൂരിലെ ആഘോഷങ്ങൾക്ക്, ഭഗവാന്റെ തിരുവാരാധനയ്ക്ക് വീണ്ടും ഒരു കേളികൊട്ടുണരുന്നത്. അങ്ങനെയുള്ള ആ മുതിരേരിവാൾ എഴുന്നള്ളിക്കുന്നത് കാണാൻ എല്ലാവർക്കും ഒന്നും എത്തിപ്പെടാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എങ്കിലും നമുക്ക് ഇന്നേ ദിവസം ഇവിടെ ഇരുന്നുകൊണ്ട് കൊട്ടിയൂരിലെ ആ മുതിരേരി വാളിനെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് സ്മരിക്കാം. എല്ലാവരെയും ഭഗവാൻ മഹാദേവൻ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.